നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. കേസിൽ നിർണായകമായ തെളിവ് ഷൈനിയുടെ മൊബൈൽ ഫോണിൽ ഉണ്ട്. ഷൈനി മരിക്കുന്നതിന് തലേദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി വന്നത്. ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യയ്ക്ക് പ്രകോപനമായത് എന്നാണ് നിഗമനം. ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടിയ റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല. വീട്ടിൽ നടത്തിയ പരിശോധനയിലും ഫോൺ കിട്ടിയില്ല. മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയെന്ന് അറിയില്ലെന്നായിരുന്നു മറുപടി. നിലവിൽ ഷൈനിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഷൈനിയുടെ അച്ഛനും അമ്മയും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികൾ പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. സ്വന്തം വീട്ടിൽ നിന്നും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഷൈനിയുടെ അച്ഛൻ കുര്യോക്കോസിന്റെയും അമ്മ മോളിയുടെയും മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. ഫെബ്രുവരി 28 പുലർച്ചെ 4:44 ഈ ഷൈനി മക്കളായ അലീനയെയും ഇവാനെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വീടിന് എതിർവശത്തുള്ള റോഡിലൂടെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത്. ഇളയ മകൾ ഇവാനയെ ഷൈനി കൈപിടിച്ച് വലിച്ചുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആത്മഹത്യ ചെയ്തതിന്റെ തലേന്ന് ഭർത്താവ് നോബി ലൂക്കോസ ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ മദ്യലഹരിയിൽ വിളിച്ച നോബി ഷൈനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു. വിവാഹമോചന കേസിൽ സഹകരിക്കില്ല എന്നും കുട്ടികളുടെ പഠനത്തിന് അടക്കമുള്ള ചെലവ് നൽകില്ല എന്നും പറഞ്ഞു. നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് എടുത്ത വായ്പയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു. ഇക്കാരണങ്ങളെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ഷൈനിയുടെ ദുരിത ജീവിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ലിസി എന്ന ഷൈനിയുടെ തന്നെ അടുത്ത ഒരു സഹോദരി. ലിസിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഷൈനി എത്രത്തോളം മാനസിക പീഡനം ആ വീട്ടിൽ സഹിച്ചു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തു വരികയാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഞാൻ പള്ളിയിൽ കുർബാന കൂടുമായിരുന്നു. അപ്പം ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ മരണത്തെ ഓർത്ത് എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നേ, ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഒത്തിരി ഇങ്ങനെ ഈശോയോടാണ് കൂടുതലെന്ന് സംസാരിച്ചത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ശവടക്ക് ഇവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, എല്ലാവരും സ്വന്തമായിട്ട് അങ്ങ് അയ്യോ നമുക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഈ എന്തെങ്കിലും നമുക്കൊന്ന് ഒരു പ്രതിഷേധം വേണ്ടേ? എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യണ്ടേ? ഒരു പ്രതിഷേധവും ഇല്ലാതെ നമ്മളെപ്പോലെ ഇവിടെ വന്ന ഒരു പെൺകുഞ്ഞല്ലേ അത്. അവൾ നമ്മളെ ഒപ്പം നിൽക്കേണ്ടവളാണ്. അവൾക്കാണിപ്പോൾ ഈ 3 പേർക്കാണ് ദുരനുഭവം വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിഷേധിക്കാൻ പറ്റുമെങ്കിൽ പ്രതിഷേധിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ആരാണ് എൻ്റെ നമ്പർ കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ചേച്ചി പിന്നെ അവിടെ വന്ന ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പറയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം, അല്ലാതെ ഞാനിപ്പോൾ എന്നാ പറയണേന്ന്. അങ്ങനെയാണ് സിജു അവിടെ വന്നത്, എന്നോട് ചോദിച്ചതും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാനറിഞ്ഞത് എനിക്കിവരെ അറിയാം നേരത്തെ തൊട്ട്. പിന്നെ എൻ്റെ ചേച്ചി അവരുടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ ചേച്ചിയുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇവളിങ്ങനെ സ്കൂട്ടറിൽ ആ ചേച്ചിയുടെ തൊട്ടപ്പുറത്തെ പറമ്പാണ്, കുറച്ചുകൂടെ അങ്ങ് പോകണം. അന്നേരം ഈ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പം ചേച്ചിനോട് ചോദിച്ചേട്ടി, നീ ആ പെണ്ണിനെ കണ്ടിട്ടില്ലേ? അവൾ ഞാൻ നല്ല മിടുക്കി പെണ്ണാന്നറിയാവോ? ഈ പ്രദേശത്ത് ഇതുപോലൊരു പെങ്കൊച്ച് വന്നിട്ടില്ല. അതായത് വീട്ടിലെ കാര്യം, കാരണന്മാരുടെ കാര്യം, പറമ്പിലെ കാര്യം, കൃഷികാര്യം, വിൽപ്പന, അങ്ങനെ എല്ലാത്തിനും അവൾ ഭയങ്കര ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ എൻ്റെ മോൻ്റെ പിള്ളേരും ഇവരൊക്കെ അടുത്ത് പഠിക്കുന്നു. പിന്നെ ഞങ്ങൾ KCWAയിലെ അംഗങ്ങളാണ്. പിന്നെ എനിക്ക് ഈ മുട്ടക്കോഴിയുടെ വിൽപ്പനയുണ്ട്, മുട്ടക്കോഴി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് മുട്ടക്കോഴി മേടിക്കുകയും ഞങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൂടാതെ പിന്നെ ഇവളുടെ ഈ ബുദ്ധിമുട്ട് വന്ന കാര്യം അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോയി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ മോൻ ഡോൺ ബോസ്കോയിൽ പഠിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ കൊച്ചും പഠിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു സ്ഥലത്ത്. ഇവൻ ഒരു 9-ലും എൻ്റെ കൊച്ച് 8-ലുമാണ്. അപ്പം ഞങ്ങൾ ഈ 2-ാം ശനിയാഴ്ച കാണാൻ പോയപ്പം അവിടെ ചെന്നപ്പം ഈ ഷൈനിയുണ്ട്, പിള്ളേരും ഉണ്ട്, അവളുടെ അമ്മയും അപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ വീട്ടിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് വരുന്നത്. അപ്പം ഞങ്ങളും അവിടെ ചെന്നു. അന്നേരം ഞങ്ങൾ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. ആ സമയത്തിലാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞത് എന്നോട്. ഇവിടെ നടന്ന സംഭവം എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഷൈനി എന്നോട് പറഞ്ഞതാണ്.
അവൾ ഒത്തിരി കരഞ്ഞു, ഞങ്ങളും കരഞ്ഞു. പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയൊക്കെ കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഷൈനി നീ വിഷമിക്കാതെ, നീ ഒരു പ്രൊഫഷണൽ നേഴ്സല്ലേ, അപ്പം എവിടെയാണേലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ നിനക്ക് ബുദ്ധിമുട്ട് വരികയില്ല. പിന്നീട് എന്നാണേലും നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വഴക്കും പിണക്കമൊക്കെ മാറും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യാം. ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് അന്ന് പിരിഞ്ഞത്. അന്ന് ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്രൂരമായ പീഡനങ്ങൾ അവിടെ ഏറ്റുവാങ്ങി പാവം ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം തന്നെ അവൾ പറഞ്ഞു, എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് പോരാൻ ഇഷ്ടമില്ല, എൻ്റെ ഭർത്താവിനെ എനിക്കിഷ്ടമാണ്, ആ കുടുംബത്തോടും അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ ആ കൊച്ചിത്ര ഇതുപോലെ ഒരു കൃഷി ചെയ്താണേലും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് അല്ലേ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇവള് ഏറ്റുവാങ്ങിയ വിഷമതകൾ അറിഞ്ഞത്. ചേച്ചി ഇത് തുറന്നു പറഞ്ഞ് എല്ലാവരും കണ്ടു. അതിനുശേഷം ചേച്ചി ആരെങ്കിലും വിളിച്ച് വഴക്ക് പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു? എന്നെ ആരും വിളിച്ച് വഴക്കൊന്നും പറഞ്ഞില്ല. എന്നോട് ചേച്ചി അത് പറഞ്ഞല്ലോ എന്നുള്ളതേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാനത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് വേറെ ഒരു പേര് കിട്ടാനോ അങ്ങനെയുള്ള എനിക്ക് ഇതിലൊന്നും വലിയ ആഗ്രഹമുള്ള വ്യക്തിയൊന്നുമല്ല. കാരണം ഞാൻ ഈ നീതി, ഒരു പെണ്ണിന് ഒരു വിഷമം ഉണ്ടായാൽ ഞാൻ അവളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇതിനു മുമ്പും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പലരെയും പല പ്രാവശ്യങ്ങളിൽ പലർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞാൻ അവരോട് നിന്നിട്ടുണ്ട്. അവർക്കൊരു തൊഴിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പെണ്ണെന്ന് പറയുന്ന വ്യക്തിയോട് ക്രൂരമായിട്ട് പെരുമാറുന്നത് നേരത്തെ തൊട്ടേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എനിക്കത് ഇഷ്ടമല്ല. ഇതേ രീതിയിൽ തന്നെ ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുൻപ് ജീവിതമാകെ മടുത്ത് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഒരു അഭയം തേടി, ഒരു വഴി തേടി ഷൈനി എത്തിയതാ. ഷൈനിക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സാമ്പത്തിക ബാധ്യതകൾ ഏറെയാണ്. ഭർത്താവ് വക്കീൽ നോട്ടീസ് സ്വീകരിക്കാത്ത സാഹചര്യവും പോലും ഉണ്ടായി. ആ ശബ്ദരേഖ 2-3 ദിവസം മുൻപ് പുറത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഭർത്താവ് വക്കീൽ നോട്ടീസ് പോലും സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു ആ ശബ്ദരേഖയിൽ ഷൈനി വെളിപ്പെടുത്തിയത്. അവസാന നിമിഷം വരെ ഷൈനി പിടിച്ചു നിൽക്കാനായി ശ്രമിച്ചു. മക്കളെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഏൽപ്പിച്ച ശേഷം ജീവിത യുദ്ധം തുടരണമെന്നായിരുന്നു ഷൈനിയുടെ ആഗ്രഹം. മക്കളെ സംരക്ഷിക്കേണ്ടതുള്ളതിനാൽ തന്നെ ഷൈനിക്ക് ജോലി തേടി ദൂരെ പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഈ കാരദാസ് അടക്കം കോട്ടയത്തെ ഏതാണ്ട് മിക്ക ആശുപത്രിയിലും ഏകദേശം 12ഓളം ആശുപത്രിയിൽ ജോലി തേടി ഷൈനി എത്തിയത്. അവിടെയൊന്നും ഷൈനിക്ക് ജോലി കിട്ടിയില്ല. അതിന് 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കരിയറിൽ വന്ന ഇടവേളയും അതുപോലെ തന്നെ ഈ ഭർത്താവ് നോബിയുടെ സഹോദരനായ ഫാദർ ബോബിയുടെ തെറ്റായ ഇടപെടലും ഒക്കെയാണ്. ഈ പശ്ചാത്തലത്തിൽ ഷൈനിക്ക് മറ്റൊരു വഴിയും ഇല്ലായിരുന്നു. അങ്ങനെ മക്കളെ ഹോസ്റ്റലിൽ നിർത്തുവാനോ പഠിപ്പിക്കുവാനോ ഷൈനിക്ക് തുടർന്ന് സാമ്പത്തികമായി വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനൊന്നും കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഷൈനിയുടെ കൊലപാതകമുണ്ട്. സത്യത്തിൽ ഷൈനിയെ കൊന്നതാണോ, ഈ സാഹചര്യങ്ങളാണ് ഷൈനിയെ കൊന്നത് എന്നുള്ള വാർത്തയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.